നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ബ്ലാക്ക് ക്ലോവർ എന്ന ജാപ്പനീസ് ആനിമി ടിവി സീരീസിൻ്റെ അടുത്തൊരു എപ്പിസോഡ് ആയിട്ടാണ്. മുന്നത്തെ എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ വേഗം പോയി കണ്ടിട്ട് വരിക. അപ്പം നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ ഓപ്പണിംഗ് സീനിൽ തന്നെ വേർത്ത് കുളിച്ച് നന്നായി കഠിനമായി ട്രെയിൻ ചെയ്യുന്ന നമ്മുടെ യൂനോനാണ് കാണിക്കുന്നത്. യൂനോ അവൻ്റെ വിൻ ക്രിയേഷൻ മാജിക് യൂസ് ചെയ്തിട്ട് ഒരു ട്രെയിനിങ് എടുക്കുന്ന ടൈമിൽ തന്നെ നമ്മുടെ യൂനോ പറയുന്നുണ്ട്, നീ ഇതിനെ നോക്കണ്ട, നീ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് പോകാമെന്ന് പറയുന്നുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ ലാംഗ്രീസ് ആയിരുന്നു, ഓൾഡ് ക്യാപ്റ്റൻ ലാംഗ്രീസ്. അപ്പോൾ തന്നെ ലാംഗ്വേജ് പറയുന്നുണ്ട്, എന്നെയൊക്കെ ഓൾഡ് വൈസ് ക്യാപ്റ്റൻ എന്ന് വിളിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നിന്റെ കൂടെ എപ്പോഴും കീറിക്കൊണ്ടിരിക്കുന്ന ആ സ്പിരിറ്റിലെ ബെൽ അത് ഇവിടെ പോയി ചോദിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ യൂനോ പറയുന്നുണ്ട്, അതെൻ്റെ റിമൂവറിൻ്റെ ഉള്ളിലാണുള്ളതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മൾ യൂനോ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ലാംഗ്വേജ് പറയുന്നുണ്ട്, നീ നന്നായി പെർഫെക്റ്റ് ആയിട്ട് ട്രെയിൻ ചെയ്യുന്നുണ്ട്, പക്ഷേ നിനക്ക് സ്പെഷ്യൽ പവറുള്ള ഒരാളുടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് എത്തിയെന്ന് പറയുന്നുണ്ട്. ഇതൊന്ന് യൂനോ ഒന്ന് സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. യൂനോ ചോദിക്കുന്നുണ്ട്, എൻ്റെ ആവശ്യം അത് തന്നെയായിരുന്നു, പക്ഷേ നീ ഇങ്ങോട്ട് വരുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ തന്നെ ലാംഗ്വേജ് പറയുന്നുണ്ട്, നിനക്ക് വേണ്ട എല്ലാ ഹെൽപ്പും ചെയ്തിരിക്കും, കാരണം നീ പഴയതുപോലെ തന്നെയാണ്, നിൻ്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അടുത്ത പാനൽ കാണിക്കുന്നത് നമ്മുടെ ആസ്തേനെ ലിബിനെയാണ്. ഇപ്പോഴും നാച്ച് നമ്മുടെ ആസ്തേനെ ലിബിനെ അടിച്ച് പഞ്ഞി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ആസ്ത പറയുന്നുണ്ട്, എനിക്ക് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്, ക്യാപ്റ്റൻ നാച്ചിനൊന്ന് തൊഴാൻ പോലും എനിക്ക് പറ്റുന്നില്ല, കഴിഞ്ഞ പോലെ തന്നെ ഞാൻ വീണ്ടും വീണ്ടും തോറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കറിയത്തില്ല എനിക്ക് എന്തുകൊണ്ടാണ് ഡബിൾ യൂണിയൻ യൂസ് ചെയ്യാൻ പറ്റാത്തതെന്ന്. എനിക്കാണ് അടികൊള്ളുന്നത്, പക്ഷേ അതേപോലെ തന്നെ ലിബിക്കും അതേ ഫോമിൽ തന്നെ അടികൊള്ളുന്നുണ്ട്. ഈ ടൈമിൽ തന്നെ നമ്മുടെ ആസ്ത അവിടെ ഒരു ബാസ്ക്കറ്റ് തുറന്നിട്ട് ബാസ്ക്കറ്റിൽ നിന്ന് ഒരുപാട് ഫുഡ് ഐറ്റംസ് എടുത്ത് ഇവർ രണ്ടുപേരും കഴിക്കുന്നുണ്ട്. ഇത് സ്പീഡ് കിണ്ടത്തിൽ ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ ഫുഡ് ഐറ്റമാണ്, അതുകൊണ്ട് തന്നെ ഇവരുടെ മുഴുവൻ ഹീലാവാൻ ഇത് സഹായിക്കൂ. ലിബി പറയുന്നുണ്ട്, എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. അപ്പോൾ തന്നെ ആസ്ത പറയുന്നുണ്ട്, ആളൊരു പൊട്ടനാണെങ്കിൽ 10% ആ ഐഡിയ നല്ലതായിരിക്കും എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ആസ്തേൻ്റെ മുതുകത്ത് തന്നെ ലിബി കയറി ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ലിബി പറയുന്നുണ്ട്, 90% എനർജി ഇങ്ങനെ തന്നെയായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതായത് ഇതാണ് ഇവരുടെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ പൊട്ടന്മാർ അവിടെ കിടന്ന് കാറുകയാണ്. അങ്ങനെ ഇതൊക്കെ കേൾക്കുന്ന ആസ്ത പറയുന്നുണ്ട്, എടാ മണ്ടത്തനം കാണിക്കേണ്ട ടൈമല്ല ഇപ്പോൾ, നമ്മൾ ഇവിടുന്ന് കിടന്ന് ഫൈറ്റ് ചെയ്യുന്ന ടൈമാണ്, ഇവരൊക്കെ എങ്ങനെയും തോൽപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നാച്ച് പറയുന്നുണ്ട്, നിങ്ങളിവിടെ വന്നിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട്, ഇനി നമുക്ക് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല, എനിക്ക് കുറേ ആൾക്കാരെ കാണാൻ പോകേണ്ടതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ആസ ചോദിക്കുന്നുണ്ട്, അല്ല ഞങ്ങളിവിടെ വന്നിട്ട് കുറേ ദിവസമാകാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ നാച്ച് പറയുന്നുണ്ട്, അതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാച്ച് ഡയറക്റ്റായിട്ട് തന്നെ ആസ്തനെ ലിബിനെ ഒരു ടൈം കൊടുക്കാതെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. അങ്ങനെ നാച്ച് അവൻ്റെ ഷാഡോ പവർ യൂസ് ചെയ്തിട്ട് 2 പേര് ഒരു ബ്ലാക്ക് ഡയമെൻഷൻ പോലെ സ്ഥലത്തേക്ക് ടെലിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒന്നാകെ ഷാഡോ വെച്ച് കവർ ചെയ്തിട്ട് ഇരുട്ടുന്ന തന്നെ നമ്മുടെ നാച്ച് 2 എണ്ണത്തിനൊട്ട് 8ൻ്റെ പണി കൊടുക്കുന്നുണ്ട്. നല്ല ഇടിയാണ് ആസ്തയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആസ്ത അവൻ്റെ സോഡ് വെച്ച് ഡിഫെൻഡ് ചെയ്യാൻ പോലും നാച്ചിൻ്റെ മൂവ്മെൻറ്റ് പോലും ട്രാക്ക് ചെയ്യാൻ പോലും ആസ്തയ്ക്ക് പറ്റുന്നില്ല, അത്രയ്ക്ക് ആസ്ത വീക്കായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം തന്നെ നാച്ച് പറയുന്നുണ്ട്, നിനക്ക് ഇത്രയ്ക്കും പവർ ഉണ്ടായിട്ടും, നിനക്ക് ഇത്രയ്ക്ക് പൊട്ടൻഷ്യൽ പവർ ഉണ്ടായിട്ടും നിനക്ക് ഇന്നൊന്ന് തൊടാൻ പോയിട്ട് ഒന്ന് അനക്കാൻ പോലും നിനക്ക് പറ്റുന്നില്ലല്ലോടാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാച്ച് അത്രയ്ക്കും ദേഷ്യത്തോട് കൂടിയിട്ട് ആസ്തനെ വീണ്ടും ഇടിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ആസ്തയ്ക്ക് മനസ്സിലാകുന്നുണ്ട്, ആസ്തയ്ക്ക് ഇടി കൊള്ളുന്നുണ്ട്, ആസ്തയ്ക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ തന്നെ അവൻ പറയുന്നുണ്ട്, എൻ്റെ കൂടെ ലിബി ഉണ്ട്, പക്ഷേ എനിക്ക് അവനുമായിട്ടൊന്ന് കമ്പൈൻ ചെയ്യാനോ ഒരു കോമ്പിനേഷൻ ഫൈറ്റ് ചെയ്യാനോ പോലും ഇവിടെ സാധിക്കുന്നില്ല. എനിക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും പുറത്തേക്ക് പോയേ പറ്റൂ, എനിക്ക് എങ്ങനെയെങ്കിലും ക്യാപ്റ്റൻ യാമിയൊക്കെ രക്ഷിച്ചേ പറ്റൂ, എൻ്റെ ഫ്രണ്ട്സിനെ എല്ലാവരും എനിക്ക് രക്ഷിക്കണം, ഞാൻ എന്തെങ്കിലുമായി തീർന്നാൽ മാത്രമേ എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുന്നുള്ളൂ. നമ്മുടെ ആസ്ത അവിടെ കിടന്ന് അലറുന്നുണ്ട്. അങ്ങനെ അവൻ്റെ മനസ്സിലേക്ക് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ യാമിൻ്റെയൊക്കെ ഓരോരോ മുഖങ്ങൾ അവനിങ്ങനെ മൈൻഡിൽ കൂടെ കൊണ്ടുവരുന്നുണ്ട്. എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ രക്ഷപ്പെടണം എന്ന് പറഞ്ഞാൽ ആസ്ത അവിടെ കിടന്ന് കാറുന്നുണ്ട്. ആ ടൈമിൽ തന്നെ ഒരു വെളിച്ചം ഉണ്ടാകുന്നുണ്ട്. ഒരു പെട്ടെന്ന് തന്നെ ആ ഷാഡോൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വെളിച്ചം, ഇത് കണ്ട് നമ്മുടെ നാച്ചിനാകെ പേടിയാകുന്നുണ്ട്. അവൻ പെട്ടെന്ന് തന്നെ പുറമെന്ന് മാറുന്നുണ്ട്. അപ്പോൾ തന്നെ ആ വെളിച്ചം വൈഡായിട്ട് വലുതായി വരികയാണ്. അതിനിടയ്ക്ക് ആസ്തേൻ്റെ ഒരു കണ്ണ്, അവൻ്റെ കണ്ണ് ഇപ്പോൾ ചേഞ്ച് ആയിരിക്കുന്നുണ്ട്. ഇതും കാണിച്ചിട്ടാണ് ഈ ചാപ്റ്റർ ഇവിടെ എൻഡ് ആകുന്നത്.